സിന്ദൂരരേഖ ഭാഗം 80. അമ്മേ, അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് അവൾ സോഫയിൽ അവരുടെ അരികിലായിട്ട് പോയിരുന്നു. അവളുടെ അടുത്തായിട്ട് ഉണ്ണിയും വന്നിരുന്നു. അവളുടെ വിളി കേട്ടതും അമ്മ മുഖം ചരിച്ച് അവളെ ഒന്ന് നോക്കി. എന്താ ഞാൻ വന്നിട്ടും അമ്മ ഒന്നും ചോദിക്കാത്തത്? അമ്മയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അമ്മാള് ചോദിച്ചു. അമ്മ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. ഇപ്പോഴായിരിക്കും നിന്റെ കോളേജ് കഴിഞ്ഞത് അല്ലേ? അമ്മ ഗൗരവത്തിൽ പറഞ്ഞതും അമ്മാള് മുഖം ചുളിച്ചുകൊണ്ട് അമ്മയെ നോക്കി. ഇല്ല, കോളേജ് കഴിയാൻ നിന്നില്ല. ഉച്ചയ്ക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് മനുവേട്ടൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി. അമ്മാളു ഇളിച്ചു കാണിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് അമ്മയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ചിരിക്കാതെ പിടിച്ചു നിന്നു. നിന്റെ കയ്യിൽ ഫോണില്ലേ? ഉണ്ട്, പക്ഷെ സൈലൻ്റ് ആയിരുന്നു. മുഖം ചുളിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. പിന്നെ എന്തിനാ അതുകൊണ്ട് നടക്കുന്നത്? അമ്മ ചോദിച്ചതും അമ്മാളും ഒന്നും മിണ്ടിയില്ല. അവളൊന്നും ചെയ്തില്ല. ഞാനാണ് അവൾ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. പെട്ടെന്ന് പിന്നിന്ന് മനുവിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും അവനെ നോക്കി. നോക്കുമ്പോൾ ഫ്രഷായി കഴിഞ്ഞ് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടാണ് വരവ്. അങ്ങനെ പൊതുവേ മുണ്ടെടുക്കാത്ത ആളായതുകൊണ്ട് അമ്മാളും അവനെ തന്നെ ഒന്ന് നോക്കി. ആണോ? എങ്കിൽ പിന്നെ രണ്ടുപേർക്കും ഫോൺ വിളിച്ച് പറഞ്ഞൂടെ? അത് രണ്ടും എവിടെയാണെന്ന് അറിയാതെ ആകെ വളഞ്ഞുപോയി മനുഷ്യൻ. അമ്മ അവനെ നോക്കി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഹാ, അങ്ങനെ അങ്ങ് പേടിക്കാതെ ശ്രീകുട്ടി. ഞങ്ങളെങ്ങോട്ട് പോകാനാണ്? എവിടെ പോയാലും ദാ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും അല്ലേ അമ്മു? അവൻ ചോദിച്ചതും അമ്മാളു ചിരിച്ചു കാണിച്ചു. മതി സോപ്പിട്ടത്, അവൻ്റെ ഒരു വേഷം കെട്ട്. ഇനി രണ്ടും എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അമ്മാളും അവിടെ വന്ന കാര്യം പറഞ്ഞു. 5 മണിയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടിൻ്റെയും അഡ്രസ്സ് ഇല്ല. അമ്മ അത് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ഒന്ന് നോക്കി. അവിടെ ഇരിക്കുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കിയതാണ്. പിന്നെ അത് മാറ്റാൻ മറന്നുപോയി. അതിനിടയ്ക്ക് വരുന്ന വഴിക്ക് അമ്മയുടെ മോൾക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞ് സിനിമയ്ക്ക് പോയി. അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ കാര്യമൊക്കെ മറന്നേ പോയി. മനു മുടി അടക്കി കെട്ടി വെച്ചുകൊണ്ട് പറഞ്ഞു. അതിനിടയ്ക്ക് സിനിമയ്ക്കും പോയോ? ചോദിച്ചത് ഉണ്ണിയാണ്. അവിടുന്ന് പിന്നീട് സിനിമാ വിശേഷമൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അമ്മാള് ഫ്രഷ് ആവാനായിട്ട് മുറിയിലേക്ക് പോയത്. അവൾ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും മനു പതിയെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു. അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. മനു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മാള് കുളിക്കാൻ കയറിയിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ടും കാണാതെ വന്നതും മനു ആത്മാവിലേക്കൊന്ന് പോയി. അവിടെ വരച്ചു തീർക്കാത്തൊരുപിടി ചിത്രങ്ങൾ ഇപ്പോഴും തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനു മനസ്സിലാക്കി. അവ തന്നെ അതിലേക്ക് ആകർഷിക്കും പോലെ. പക്ഷേ ഇപ്പോൾ ബ്രഷ് കയ്യിലെടുത്താൽ ശരിയാവില്ല. മനസ്സ് ശരിയല്ല. ഈ സമയം മനസ്സിൽ ചിന്തിക്കുന്നതും താൻ വരക്കാൻ ഉദ്ദേശിച്ചതുമായ കാര്യം രണ്ടും രണ്ട് തരത്തിലായിട്ടായിരിക്കും പുറത്തേക്ക് വരിക. അതുകൊണ്ട് അവിടെ ആകെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കൊണ്ട് മനു തിരികെ ഇറങ്ങി വരുമ്പോൾ അമ്മാള് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന അവളെ അവൻ പിന്നിലൂടെ പോയി ഒന്ന് പുണർന്നു. കണ്ണാടിയിൽ അവളുടെ മുഖം അരുണാഭമാകുന്നത് മനു കണ്ടു. അമ്മാള് കണ്ണാടിയിലൂടെ തന്നെ അവനെ ഒന്ന് നോക്കി. മനു അവളുടെ കവിളിൽ ഒന്ന് ചുണ്ടമർത്തി. അവൻ്റെ മീശരോമങ്ങൾ അവളിൽ നോവോടെ ഒരു സുഖമുണ്ടാക്കി. മനുവേട്ടാ! അവൻ്റെ താടി രോമം കവിളിൽ കുത്തിയിറങ്ങിയതും അമ്മാളും അറിയാതെ തന്നെ വിളിച്ചുപോയി. അവളുടെ ശബ്ദം കേട്ടതും ഒരു തമാശ തോന്നി അവളുടെ കവിളിൽ വീണ്ടും അവൻ കവിൾ അമർത്തി വെച്ചു. മനുവേട്ടാ! അമ്മാളു ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. മനു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളുടെ കവിളിൽ നേർമയായൊന്ന് ചുംബിച്ചുകൊണ്ട് പതിയെ ഒന്ന് കടിച്ചു. ഔ! വേദനയോടെ ശബ്ദമുണ്ടാക്കി അമ്മാളു അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞുപോയി. ശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അവൻ്റെ നെഞ്ചിലായി തന്നെ അമർത്തി കടിച്ചു. ആ! പെട്ടെന്ന് അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ മനു ഉറക്കെ ശബ്ദമുണ്ടാക്കി പോയി. ഡി, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അമ്മാളും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറിയിരുന്നു. പക്ഷേ അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് മാറും മുന്നേ അവൻ്റെ കൈ അവളുടെ മുടിയിൽ പിടിവെച്ചിരുന്നു. അവളുടെ നീളൻ മുടിയുടെ അറ്റം അവൻ്റെ കയ്യിലായിരുന്നു. അതിൽ പിടിച്ച് വലിച്ചതും അമ്മാള് പെട്ടെന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി. എങ്കിലും സേഫായിട്ട് താഴേക്ക് പോകാതെ അവൻ്റെ കയ്യിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്തു. എന്താ മനുവേട്ടാ, കുറേ നേരമായല്ലോ. അതോ, ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. നിനക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി അല്ലേ? ആ, കൊണ്ടുപോയി. അപ്പോൾ അതിന് പകരം നീ എനിക്കൊന്നും തന്നില്ലല്ലോ. മനു ചോദിച്ചതും അമ്മാളും അവൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി സംശയത്തോടെ നിൽക്കുമായിരുന്നു. മനുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. സിമ്പിൾ, നീ എനിക്കിന്ന് ബിരിയാണി ഉണ്ടാക്കി തരണം. അവൻ പറഞ്ഞത് കേട്ടതും അമ്മാളും അവനെ ഒന്ന് നോക്കി. ബിരിയാണിയോ? ആ ഒരു മറുപടി തീരെ പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അമ്മാളും അവനോട് അത് എടുത്ത് തിരികെ ചോദിച്ചു. യെസ്, ബിരിയാണി. എന്താ കേട്ടിട്ടില്ലേ? മനു നിസാരം പോലെ അവളോട് തിരികെ പറഞ്ഞു.
അമ്മാളും ആണെങ്കിൽ അപ്പോഴും അവൻ പറഞ്ഞതത്ര വിശ്വാസം വരാത്ത രീതിയിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ ഇപ്പം ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കണമെന്ന്? നമ്മൾ ഹൈദരാബാദിൽ പോയപ്പോൾ നീ ഒരു ബിരിയാണി ഉണ്ടാക്കിയില്ലേ? ദാറ്റ് വാസ് സോ ടേസ്റ്റി. അന്നേരം നീയായിട്ട് സംസാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് പറയാൻ പറ്റിയില്ല. ബട്ട് നൗ ഐ വിഷ് ടു ഈറ്റ് ഇറ്റ്. അവൻ പറഞ്ഞതും അമ്മാളും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത്രേ ഉള്ളോ? യെസ്, വേഗം പോയി ചേട്ടന് ബിരിയാണി ഉണ്ടാക്കിത്താ. അവൻ പറഞ്ഞതും സംശയത്തോടെയാണെങ്കിലും അമ്മാൾ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ കൂടെ തന്നെ മനുവും. രണ്ടുപേരും ചേർന്ന് താഴേക്കിറങ്ങി വരുന്നത് കണ്ടപ്പോൾ സോഫയിലിരിക്കുന്ന അമ്മയും അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്ന ഉണ്ണിയും അവരെ തന്നെ നോക്കി. ആ, ലവ് ബേർഡ്സ് രണ്ടും കൂടി എങ്ങോട്ടാണ്? അവരെ കണ്ടപ്പോൾ തന്നെ ഉണ്ണി അല്പം കളിയാക്കുന്നത് പോലെയാണ് ചോദിച്ചത്. വി ആർ ഗോയിങ് ടു മേക്ക് ബിരിയാണി. മനു ആണ് ഉത്തരം പറഞ്ഞത്. ബിരിയാണിയോ? ഈ സമയത്തോ? അമ്മ ക്ലോക്കിലേക്ക് നോക്കി. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനധികം സമയമൊന്നും വേണ്ടമ്മ, അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി അമ്മാള് പറഞ്ഞു. അമ്മ രണ്ടുപേരെയും നോക്കിയതല്ലാതെ ഒന്നും തിരികെ പറഞ്ഞില്ല. അങ്ങനെ രണ്ടും കൂടി നേരെ അടുക്കളയിലേക്ക് കയറി. മനുവേട്ടൻ എനിക്ക് സവാളയൊക്കെ അരിഞ്ഞു തന്നേ. അമ്മാള് പറഞ്ഞതും വേഗം തന്നെ മനു അതെല്ലാം ചെയ്തു കൊടുത്തു. അന്നേരം കൊണ്ട് അമ്മാള് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതൊക്കെ ചെയ്തു കൊടുത്ത് നിൽക്കുന്ന സമയമാണ് മനുവിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അവളോട് ഇപ്പം വരാം എന്ന് ആംഗ്യം കാണിച്ച് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തവൻ പുറത്തേക്ക് നടന്നു. അവൻ്റെ പോക്ക് കണ്ടപ്പോൾ ഇത് തനിക്കൊരു പണി അവൻ തന്നതാണോ എന്ന് പോലും അമ്മാള് സംശയിച്ചു. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മനു താഴേക്ക് വന്നത്. അതും അമ്മാള് പോയി വിളിച്ചതുകൊണ്ട് മാത്രം. അവൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ അമ്മയ്ക്കും ഉണ്ണിക്കും അമ്മാളുവിനും ഒരുപോലെ തോന്നി. എന്തൊക്കെയോ അവൻ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ ആരും അത് തമ്മിൽ ചോദിച്ചില്ല എന്ന് മാത്രം. രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. പക്ഷേ അപ്പോഴും മനു അതൊന്നും കാര്യമാക്കാത്ത രീതിയിൽ മറ്റെന്തൊക്കെയോ ആലോചനകളിൽ ഇരിക്കുകയായിരുന്നു എന്നത് അമ്മാളു ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞതും മനു പോവാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയും ചെയ്തു. അവൻ്റെ പോക്ക് കണ്ടതും അമ്മയും ഉണ്ണിയും അമ്മാളുവിനെയാണ് നോക്കിയത്. ഭർത്താവിനിത് എന്തു പറ്റി? അമ്മ അവളെ കളിയാക്കുന്നത് പോലെയാണ് ചോദിച്ചത്. എനിക്കറിയില്ല. അവൻ പോയ വഴിയെ നോക്കി സംശയത്തോടെ തന്നെ അമ്മാളവും പറഞ്ഞു. എന്തായാലും നീയും ചെല്ല്. അവിടെ എത്തിക്കഴിഞ്ഞിന് നിന്നെ കാണാതെ വന്ന ഭർത്താവിന് ചിലപ്പോൾ അത് വിഷമാവും. ഉണ്ണിയും അമ്മാളുവിനെ കളിയാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഇത് കണ്ടോ? ഒന്ന് വെറുതെ ഇരിക്കുണ്ണി. അമ്മാള് പറയുന്നത് കേട്ടതും അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ പറഞ്ഞു. എല്ലാം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ പറഞ്ഞതും അമ്മാളും അപ്പോഴും അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. അമ്മ മുറിയിലേക്ക് പോയതും അമ്മാളുവും പതിയെ മുകളിലേക്ക് കയറി. അവളുടെ പിന്നിലായി തന്നെ ഉണ്ണിയും ഉണ്ടായിരുന്നു. നിനക്കിട്ട ഏട്ടൻ എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. അവളുടെ പിന്നിലൂടെ വന്നുകൊണ്ട് അവളെ പേടിപ്പിക്കാൻ എന്ന രീതിയിൽ ഉണ്ണി പറഞ്ഞു. അത് കേട്ടതും അമ്മാളും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കൂർപ്പിച്ചു നോക്കി. ഉണ്ണിയേട്ടനൊന്ന് പോയേ, മനുവേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഓ, ഇപ്പം നമ്മളൊന്നും വേണ്ട. ശരി ശരി. അത് പറഞ്ഞപ്പോഴേക്കും അമ്മാളും എന്തെങ്കിലും തിരികെ പറയാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അവൻ്റെ ഫോൺ ബെല്ലടിച്ചിരുന്നു. അവളോട് യാത്രയൊക്കെ പറഞ്ഞ് അവൻ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. അവൾ സംശയത്തോടെയാണ് മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. അവിടെ തന്നെ എന്തെങ്കിലും പണി തനിക്ക് വേണ്ടി അവൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാകും എന്നാണ് കരുതി അമ്മാളും അകത്തേക്ക് കയറിയത്. പക്ഷേ കരുതിയത് പോലുള്ള കുഴപ്പമൊന്നുമില്ല. മനുവേട്ടാ. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൾ അവൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ഞാനിവിടെ ഉണ്ട്. ആത്മാവിൽ നിന്ന് അവൻ വിളിച്ചു പറയുന്നത് കേട്ടു. അത് കേട്ടതും പിന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കാതെ ബാത്റൂമിൽ പോയി മുഖവും കൈയും കാലും ഒക്കെ കഴുകിക്കൊണ്ട് തിരികെ വന്ന് കട്ടിലൊക്കെ ഒന്ന് ഒതുക്കി വിരിച്ചിട്ടു. മനുവേട്ടൻ ഉറങ്ങുന്നില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടും അവൻ അതിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല എന്നായതും അമ്മാള് തന്നെ അവനെ വിളിച്ചു. ഐ എം ഡൂയിങ് സം വർക്ക്. താൻ ഉറങ്ങിക്കോ. അകത്തു നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു. കേൾക്കാൻ കാത്തിരുന്നത് പോലെ അമ്മാള് നേരെ കട്ടിലിലേക്ക് കിടന്നു. നോക്കിയപ്പോൾ സമയം ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. കിടന്നപ്പോൾ തന്നെ ക്ഷീണം കാരണം എന്തോ അവൾ വേഗത്തിൽ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അമ്മു. രാത്രി നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ തൻ്റെ ചെവിയുടെ അരികിൽ പതിയെ അവൻ വിളിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം അവൾ കേട്ടിരുന്നു. ആദ്യം സ്വപ്നത്തിലായിരിക്കും എന്ന് കരുതി കാര്യമാക്കിയില്ല. എങ്കിലും അത് യഥാർത്ഥമാണ് എന്നവൻ രണ്ടാമതും വിളിച്ചപ്പോൾ അവൾക്ക് തോന്നി. പതിയെ അവളൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിച്ചു. എങ്കിലും നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ കണ്ണുകൾ തുറന്നു വരുന്നുണ്ടായില്ല. പക്ഷേ അവൻ്റെ വിളി മനസ്സിലാക്കിയതുപോലെ അവളൊന്ന് ഞെരങ്ങി. അമ്മു. ചെവിയരികിൽ വീണ്ടും അവൻ്റെ നിശ്വാസവും ശബ്ദവും കൂടിക്കലർന്നൊരു ശബ്ദം. അമ്മാളും ഒന്ന് മൂളിക്കൊണ്ട് അവനെ വിളിച്ചത് കേട്ടു. ഹാപ്പി ബർത്ത്ഡേ അമ്മു. ചെവിയരികിൽ വീണ്ടും അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മാളും അടഞ്ഞു പോകുന്ന കണ്ണുകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നു. നോക്കുമ്പോൾ തൻ്റെ വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് തൻ്റെ കഴുത്തിൻ്റെ അത്രയും അടുത്തായിട്ടാണ് അവൻ കിടക്കുന്നത്.
മനുവേട്ടാ. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ അവനെ വിളിച്ചു. അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവൻ തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകൾക്ക് മുകളിൽ കൈവച്ചുകൊണ്ടാണ് അവൾ അവനെ വിളിച്ചത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.